ഹലോ ഹായ് പ്രിയപ്പെട്ടവരെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രെസ് ആൻഡ് കോപ്പിംഗ് സ്ട്രാറ്റജിയാണ്. സ്ട്രെസ് എന്ന് പറയുന്നത് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ പറയുന്നത് സ്ട്രെസ് റെഫേഴ്സ് ആസ് ദ ഫിസിയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ റെസ്പോൺസ് ടു ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ സ്ട്രെസ്സർ. അതായത് നമ്മുടെ ബോഡിയും മൈൻഡും ഒരു ഇൻറ്റേർണലായിട്ടോ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണലായിട്ടോ ഒരു സ്ട്രെസ്സർ ഉണ്ടായാൽ അതിന് കൊടുക്കുന്ന ഫിസിയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള റെസ്പോൺസിനെയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷനാണത്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, സ്ട്രെസ് എന്ന് പറയുന്നൊരു നോൺ സ്പെസിഫിക് ആയിട്ടുള്ള റെസ്പോൺസാണ് ബോഡിയുടെ ടു എനി ഡിമാൻഡ് പ്ലേസ്ഡ് അപ്പോൺ ഇറ്റ്. ഓക്കെ, എക്സാമ്പിൾ ഇതാണ്. നാളെ എക്സാം ആണെന്ന് വിചാരിക്കാം. നമുക്ക് തലേദിവസമാണെന്ന്, ഒന്നും പഠിച്ചിട്ടില്ല, ഒന്നും അറിയില്ല, നാളെ പരീക്ഷയാണ്, നാളെ രാവിലെ പരീക്ഷയാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പേടിയുണ്ടാകും, വെപ്രാളം ഉണ്ടാകും, തലവേദന വരാം, ടെൻഷൻ, പ്രഷർ എന്നിവയെല്ലാം വരാം. ഇതൊരു എക്സാമ്പിളാണ് സ്ട്രെസ്സിൻ്റെ. ഇനി എന്താണ് ഈ സ്ട്രെസ്സർ എന്ന് നോക്കാം. സ്ട്രെസ്സർ എന്ന് പറയുന്നത് stressor is any internal or external event, condition or stimulus that cause stress by challenging or threatening an individual ability to cope. അതായത് സ്ട്രെസ്സർ എന്ന് പറയുന്നത് ഇൻറ്റേർണലായിട്ടോ അല്ലെങ്കിൽ എക്സ്റ്റേണലായിട്ടോ ഉണ്ടാകുന്ന ഇവൻ്റ് ആകാം, കണ്ടീഷൻ ആകാം, അല്ലെങ്കിൽ അത് സ്റ്റിമുലസും ആകാം. അപ്പോൾ ഈ സ്ട്രെസ്സർ കാരണം കോസ് ചെയ്യുന്നതാണ് സ്ട്രെസ്സ്. ഈ സ്ട്രെസ്സ് വന്നു കഴിയുമ്പോൾ ബൈ ചാലഞ്ചിങ് ഓർ ത്രെറ്റനിങ് ആൻ ഇൻഡിവിജ്വൽ എബിലിറ്റി ടു കോപ്പ്, അത് മറികടക്കാനുള്ള ഒരു എബിലിറ്റി ഓഫ് കോപ്പിനെ ചാലഞ്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ത്രെറ്റനിങ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ, യൂണിവേഴ്സിറ്റി എക്സാം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു സ്ട്രെസ്സറിലുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു സ്ട്രെസ്സർ വരുമ്പോൾ കുട്ടികളിൽ പ്രഷറും വറിയും ഒക്കെ കാണാം. അപ്പോൾ സ്ട്രെസ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ട്രെസ്സ് വന്നു കഴിയുമ്പോൾ സ്ട്രെസ് റിയാക്ഷൻസ് ഉണ്ടാകും. എന്തൊക്കെയാണ്? ആൻസൈറ്റി, സ്ലീപ്പ് പ്രോബ്ലംസ്, ഡിഫിക്കൽട്ടി കോൺസെൻട്രേറ്റിംഗ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് പറയാൻ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്സർ എന്ന് പറഞ്ഞാൽ കോസും സ്ട്രെസ് എന്ന് പറഞ്ഞാൽ റെസ്പോൺസുമാണ്. അടുത്തത് സോഴ്സസ് ഓഫ് സ്ട്രെസ്. സ്ട്രെസ്സിൻ്റെ സോഴ്സസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ട്രോമാറ്റിക് ആയിട്ടുള്ള ഇവൻറ്റ്സ്. അതായത് ട്രോമാറ്റിക് ഇവൻറ്റ്സ് ആർ സഡൻ. ട്രോമാറ്റിക് ഇവൻറ്റ്സ് പെട്ടെന്ന് വരുന്നതാണ്, സഡനാണ്, സിവിയറാണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ആണ്. ലൈഫിനെ ത്രെട്ടൺ ചെയ്യാം, അല്ലെങ്കിൽ ലൈഫിൻ്റെ ഒരു സേഫ്റ്റി അത്. പിന്നെ ഇത് കോസ് ചെയ്യുമ്പോൾ ഇൻറ്റൻസ് ഫിയർ ഉണ്ടാകാം, ഹെൽപ്ലെസ്നെസ്സും ഉണ്ടാകാം. ഒരു ട്രോമ ഉള്ളിലുണ്ടെങ്കിൽ നമുക്കത് എപ്പോഴും നമ്മുടെ മെമ്മറി ഇങ്ങനെ ആ ട്രോമയിലൂടെ ഇങ്ങനെ കടന്നു പോകും. പിന്നെന്താ, നമുക്കതിൻ്റെ ഒരു ഫിയറായിട്ടുള്ള ട്രോമയായിരുന്നുവെങ്കിൽ ഫിയർ ഉണ്ടാകാം, നമുക്കത് അനുഭവിക്കാൻ പറ്റും. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. നാച്ചുറൽ ഡിസാസ്റ്ററിൽ ഫ്ലഡ്, എർത്ത് പറയേണ്ട, നിങ്ങൾക്ക് തന്നെ അറിയാം. സീരിയസ് ആയിട്ടൊരു ആക്സിഡൻറ്റ്, പിന്നെ ഫിസിക്കൽ അസോൾട്ട്, പിന്നെ സഡൻ ഡെത്ത് ഓഫ് എ ലവ്ഡ് വൺ. നമ്മുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും മരിച്ചു പോകുമ്പോൾ നമുക്ക് എന്തുമാത്രം വിഷമം വരും, സങ്കടം വരും അല്ലേ? അപ്പോൾ ഇതെല്ലാം നമുക്ക് ട്രോമാറ്റിക് ഇവൻറ്റ്സിൽ പറയാൻ പറ്റുന്നതാണ്. അടുത്തത് റീസെൻറ്റ് ലൈഫ് ഇവൻറ്റ്സ്. ഇതിൽ പറയാൻ പറ്റുന്ന റീസെൻ്റായിട്ട് നമ്മുടെ ലൈഫ് വരുന്ന ഇവൻറ്റുകളാണ്. അത് ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ മേജർ ചേഞ്ചസ് കൊണ്ടുണ്ടാക്കാം. അതുമാത്രമല്ല, ഈ ചേഞ്ചസ് പോലെ തന്നെ നമ്മൾ ആ ഒരു ചേഞ്ചിലൂടെ കടന്നു പോകുമ്പോൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളും ചെയ്യേണ്ടി വരും. അതവിടെ പറയുന്ന റീസെൻറ്റ് ലൈഫ് ഇവൻറ്റ്സ് ആർ മേജർ ചേഞ്ചസ് ഇൻ ലൈഫ് ദാറ്റ് റിക്വയർ സിഗ്നിഫിക്കൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? മാരേജ് ഓർ ഡിവോഴ്സ് അല്ലേ? മാരേജും ഡിവോഴ്സും. ഫെയിലിയർ ഇൻ ആൻ ഇമ്പോർട്ടൻ്റ് എക്സാമിനേഷൻ. നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സാമിന് നിങ്ങൾ ഫെയിലാകുമ്പോൾ. ചേഞ്ച് ഓഫ് കോളേജ് ഓർ ജോബ്. സീരിയസ് ഇൽനെസ് ഇൻ ദ ഫാമിലി. അടുത്തത് ഡെയിലി ഹാസൽസ്. എന്തൊക്കെയാണ് ഡെയിലി ഹാസൽസിൽ പറയുന്നത്? ഡെയിലി ഹാസൽസ് ആർ മൈനർ
റൊട്ടീൻ ഇറിറ്റേഷൻസ് ഉണ്ടാക്കും, പ്രഷേഴ്സ് ഓഫ് എവറിഡേ ലൈഫ്. ഓക്കെ, നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്കവിടെ പ്രഷർ ഉണ്ടാകാം, റൊട്ടീൻ ഇറിറ്റേഷൻസ് ഉണ്ടാകാം, പിന്നെ മൈനറും ആണ് ഈ ഡെയിലി ഹാസിൽസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ട്രാഫിക് ജാംസ് അല്ലേ. നമ്മൾ ധൃതി പെട്ട് കോളേജിലോ സ്കൂളിലോ ഒക്കെ പോകുന്ന സമയത്ത് ട്രാഫിക് ജാം ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക അല്ലേ. പിന്നെ നോയ്സ്, ശബ്ദം, ലൗഡായിട്ടുള്ള നോയ്സസ് ആണെങ്കിൽ, പിന്നെ പവർ കട്ട്, പഠിക്കാനിരിക്കുമ്പോൾ കറണ്ട് പോകുന്നു, പിന്നെ ആർഗ്യുമെൻറ്റ് വിത്ത് ഫ്രണ്ട്സ്, നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ ആർഗ്യൂ ചെയ്യുന്നു, പിന്നെ മിസ്പ്ലേസിങ് ഐറ്റംസ്, നമ്മുടെ അടുക്കളയിൽ പല സാധനങ്ങളും മാറ്റി മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെക്കുമ്പോൾ അമ്മ വഴക്കുറയില്ലേ. എന്നെ വഴക്കുറയും കേട്ടോ, എനിക്ക് എന്നും വഴക്ക് കിട്ടും. കാരണം അമ്മ വയ്ക്കുന്ന സ്ഥലത്തായിരിക്കില്ല ഞാൻ വെക്കുന്നത്, എടുത്തു കഴിഞ്ഞ് അവിടെ എവിടെയൊക്കെ കൊണ്ടുവയ്ക്കും. അപ്പോൾ അമ്മ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ വയ്ക്കുന്ന സ്ഥലത്ത് വെക്കണം, എന്നാലും അമ്മയ്ക്കത് യൂസ് ചെയ്യാനായിട്ട് എളുപ്പം കാണുള്ളൂ. ഇറ്റ്സ് സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്നുള്ള രീതിയിൽ എടുക്കാനും ഉപയോഗിക്കാനും ഒക്കെ. ഞാൻ എൻ്റെ രീതിയിൽ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കും, ബിക്കോസ് അതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ സോഴ്സസ് ഓഫ് സ്ട്രെസ്സിൽ പറയാനായിട്ടുള്ളത്. അടുത്തത് ടൈപ്സ് ഓഫ് സ്ട്രെസ്സർ. ഇനി എന്തെല്ലാം സ്ട്രെസ്സറുകളാണെന്ന് നമുക്ക് നോക്കാം. ടൈപ്സ്. എൻവയോൺമെൻറ്റൽ സ്ട്രെസ്സറുണ്ട്, അതായത് സ്ട്രെസ്സർ അറൈസിങ് ഫ്രം ഫിസിക്കലായിട്ടുള്ള സറൗണ്ടിങ്സിൽ നിന്നുണ്ടാകുന്ന സ്ട്രെസ്സർ. എക്സാമ്പിൾ പൊല്യൂഷൻ, എക്സ്ട്രീം ഹീറ്റ് അല്ലെങ്കിൽ കോൾഡ്, ഓവർ ക്രൗഡിങ് അല്ലേ. ഓവർ ക്രൗഡിങ് എന്ന് പറയുന്നത് ക്രൗഡ് നമുക്ക് സഹിക്കില്ല ചിലവർക്ക്, ചിലവർ ഓക്കെയാണ്. ഓവർ ക്രൗഡ് ആകുമ്പോഴോ. പിന്നെ പുവർ ലിവിങ് കണ്ടീഷൻസ് ആണെങ്കിൽ. അടുത്തത് സൈക്കോളജിക്കൽ സ്ട്രെസ്സ്, അതായത് സ്ട്രെസ്സ് റിലേറ്റഡ് ടു നമ്മുടെ തോട്ട്, ഇമോഷൻ, ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ്. എക്സാമ്പിൾ ഫിയർ ഓഫ് ഫെയിലിയർ, ലോ സെൽഫ് എസ്റ്റീം, ആൻസൈറ്റി, അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ്. ഈ എക്സ്പെക്റ്റേഷൻസ് എന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടല്ലേ. എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഓരോ കാര്യങ്ങളുടെ ഡെയിലി ലൈഫിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ചില ആൾക്കാർക്ക് ഈ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കിട്ടത്തില്ല. അപ്പം അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങ് സാഡായി പോകും. അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തു, അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, കീപ് ഗോയിങ്, മുന്നോട്ട് പോവുക. പിന്നെ ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്യും, അത് നമ്മുടെ പെട്ടെന്ന് കിട്ടാതെ ആകുമ്പോൾ നല്ല രീതിയിലൊരു മൈൻഡിനെ ഒന്ന് പ്രസ് ചെയ്യും കേട്ടോ. കാരണം നല്ല വിഷമം വരും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക. വരുന്നിടത്ത് വെച്ച് കാണാം. ലൈഫ് പോവുകയല്ലേ. സോ ഓവറായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് കുറയ്ക്കുക. നിങ്ങൾ വിഷമിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അടുത്തത് സോഷ്യൽ സ്ട്രെസ്സ്, അതായത് സ്ട്രെസ്സർ അറൈസിങ് ഫ്രം സോഷ്യൽ റിലേഷൻഷിപ്പിൽ നിന്നോ അല്ലെങ്കിൽ സോഷ്യൽ റോളുകളിൽ നിന്നൊക്കെ ഉണ്ടാകുന്നതാണ്. പിയർ പ്രഷർ, ഫാമിലി കോൺഫ്ലിക്റ്റ്, അക്കാഡമിക് കോമ്പറ്റീഷൻ, പിന്നെ സോഷ്യൽ റിജക്ഷൻ. അടുത്തത് ടൈപ്സ് ഓഫ് സ്ട്രെസ്. ഇനി എന്തൊക്കെ സ്ട്രെസ്സുകളാണെന്ന് നോക്കാം. യു സ്ട്രെസ് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള സ്ട്രെസ്സാണ്. അത് നമ്മുടെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പെർഫോമൻസിനെ എൻഹാൻസും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യു സ്ട്രെസ്സ് ഷോർട്ട് ടേം ആണ്. ഓക്കെ, യു സ്ട്രെസ്സ് ഷോർട്ട് ടേം ആണ്. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും നോയ്സ് കേൾക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവോയ്ഡ് ചെയ്യുക. അതെൻ്റെ അനിയനാണ്, അവ ഇങ്ങനെ ബേളം വെച്ചുകൊണ്ടിരിക്കും. ഓക്കെ, സോ നമുക്ക് കമ്മിങ് ബാക്ക്. യു സ്ട്രെസ് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള സ്ട്രെസ്സാണ്. അത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യിക്കും, അതുപോലെ തന്നെ എൻഹാൻസ് ചെയ്യുന്ന പെർഫോമൻസിനെ. യു സ്ട്രെസ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആയിരിക്കും, കുറച്ച് ദിവസം അത്രേ കാണുള്ളൂ, പിന്നെ അത് നല്ലതാണ്, ഗുഡാണ്. എക്സാമ്പിൾ എക്സൈറ്റ്മെൻറ്റ് ബിഫോർ എ കോമ്പറ്റീഷൻ, പിന്നെ മോട്ടിവേഷൻ ബിഫോർ ആൻ എക്സാം. സ്ട്രെസ് ദാറ്റ് പുഷസ് എ പേഴ്സൺ ടു പ്രിപ്പയർ വെൽ അല്ലേ. അതെ. ഇനി ഡിസ്ട്രെസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള സ്ട്രെസ്സാണ്. അത് നമുക്ക് ആൻസൈറ്റി ഉണ്ടാക്കും, പിന്നെ നമ്മുടെ പെർഫോമൻസ് കുറയും, പുവറാകും,
ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കും. പിന്നെ ഈ ഡിസ്ട്രെസ് ലോങ് ടേം ആണ്, ബാഡുമാണ്. എക്സാമ്പിൾ ക്രോണിക് ആയിട്ടുള്ള എക്സാം ആൻസൈറ്റി, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫാമിലി പ്രോബ്ലംസ്, ഇപ്പം ലൂസിങ് ജോബ് അങ്ങനെയുള്ളതൊക്കെ അടുത്തൊരു എക്സാമ്പിളാണ്. ഫാമിലിയിൽ വരുന്ന പ്രോബ്ലംസ് ആകാം, അല്ലെങ്കിൽ ജോബ് പോകുന്നതാകാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡിസ്ട്രെസ്സിൻ്റെ. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയും മതി. നാളെ നമുക്ക് അടുത്ത പോർഷൻ പഠിക്കാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.